പ്രായോഗിക മലയാളം ബ്ലോക്ക് 1 എഴുത്ത്. അതിൽ 3ാമത്തെ യൂണിറ്റാണ് ഭാഷയും ആശയവിനിമയവും. ഡോക്ടർ കെ.എം. പ്രഭാകര വാര്യർ. അദ്ദേഹം മലയാളത്തിലെ പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. അധ്യാപകനായും ഗവേഷകനായും സർവകലാശാലകളിലെ വിദഗ്ധ സമിതികളിൽ അംഗമായും അദ്ദേഹം ശ്രദ്ധേയനായി. മലയാളികൾക്ക് ഭാഷാശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നതിൽ വാര്യരുടെ സംഭാവന ഏറെ വലുതാണ്. അതുപോലെ തന്നെ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഇന്നും പ്രാഥമിക അറിവുകൾക്കായി നാം അദ്ദേഹത്തിൻ്റെ കൃതികളെ ആശ്രയിക്കുന്നു. ആധുനിക ഭാഷാശാസ്ത്രം, കവിതയിലെ ഭാഷ, ശൈലീശില്പം, ഭാഷയും മനഃശാസ്ത്രവും, തെളിവും ഒളിവും, മൊഴിയും പൊരുളും തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇനി ആശയവിനിമയം. സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധത്തിനും പ്രധാനമായ ഘടകമാണ് ആശയവിനിമയം. മനുഷ്യർക്കു മാത്രമേ ഭാഷയിലൂടെ ആശയവിനിമയം സാധ്യമാക്കൂ. അങ്ങനെയാണ് പറയുന്നത്. ആശയവിനിമയത്തിന് 2 ഘടകങ്ങളുണ്ട്: ഉത്ഭവ ഘടകം, പ്രാപ്യ ഘടകം. ഉത്ഭവ ഘടകം എന്നാൽ ആശയം ഉത്ഭവിക്കുന്ന സ്ഥലം, അതായത് ഒരു വ്യക്തി. പ്രാപ്യ ഘടകം ആശയം സ്വീകരിക്കുന്ന സ്ഥലം, അതായത് സ്വീകരിക്കുന്ന വ്യക്തി. ഉത്ഭവ സ്ഥാനത്ത് നിന്നുള്ള സന്ദേശം പ്രാപ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആശയവിനിമയം നടക്കുന്നു. ആശയം സന്ദേശമായി രൂപാന്തരപ്പെടുത്തി സഞ്ചാരപഥത്തിലൂടെ കൈമാറ്റപ്പെടുന്നു. സന്ദേശത്തെ സഞ്ചാരയോഗ്യമാക്കുന്നത് സങ്കേതനം എന്ന് വിളിക്കുന്നു. അതിന് ഉത്തരവാദിയായ ഘടകം പ്രേഷകമാകുന്നു. സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്നത് വിസങ്കേതനം. വിസങ്കേതം നിർവഹിക്കുന്ന ഘടകമാണ് ആദായി. ആശയവിനിമയത്തിന് 5 ഘടകങ്ങളുണ്ട്: ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപഥം, ആദായി, പ്രാപ്യസ്ഥാനം. ഭാഷണത്തിൽ സംസാരിക്കുന്നവൻ ഉത്ഭവസ്ഥാനം, കേൾക്കുന്നവൻ പ്രാപ്യസ്ഥാനം. അതേപോലെ അന്തരീക്ഷ വായുവാണ് സഞ്ചാരപഥം. അതുപോലെ തന്നെ ലിഖിത മാധ്യമത്തിലാണെങ്കിൽ എഴുത്തുകാരൻ ഉത്ഭവസ്ഥാനം, പേന, കമ്പ്യൂട്ടർ ഇതൊക്കെയാണ് പ്രേഷകമായിട്ട് വരുന്നത്. അതുപോലെ കടലാസാണ് സഞ്ചാരപഥം, വായനക്കാരനാണ് പ്രാപ്യസ്ഥാനം. തീയും പുകയും തമ്മിലുള്ള ബന്ധം കാരണഫല ബന്ധമാണെന്നതിനാൽ അതിനെ ആശയവിനിമയം എന്ന് പറയാനാവില്ല. ഭാഷാശാസ്ത്രാപഗ്രഥനം. ഭാഷയുടെ ഘടനയും ഘടകങ്ങളും പഠിക്കുന്നതാണ് ഭാഷാശാസ്ത്രാപഗ്രഥനം. അതേപോലെ തന്നെ മനോഭാഷാ വിജ്ഞാനം. ഭാഷാപ്രവർത്തനം മനുഷ്യൻ്റെ മാനസിക പ്രതിചേതനകളുടെ ആധാരത്തിൽ വിശദീകരിക്കുന്നു. അതാണ് മനോഭാഷാ വിജ്ഞാനം. വൃത്താന്ത സിദ്ധാന്തം എന്ന് വെച്ചാൽ ആശയം ഏറ്റവും ഫലപ്രദമായി വേഗത്തിൽ വ്യതിയാനമില്ലാതെ കൈമാറാനുള്ള മാർഗങ്ങൾ പഠിക്കുന്നു. അതാണ് വൃത്താന്ത സിദ്ധാന്തം. അംഗവിക്ഷേപ ശാസ്ത്രം. മുഖഭാവങ്ങൾ, കൈവിക്ഷേപങ്ങൾ തുടങ്ങിയ അവ്യാഖ്യാന ഘടകങ്ങൾ മുഖേന ആശയവിനിമയം പഠിക്കുന്നതാണ് അംഗവിക്ഷേപ ശാസ്ത്രം. ഭാഷയുടെ ഘടനയെപ്പറ്റിയുള്ള ഈ പഠനം മനുഷ്യൻ്റെ അതുല്യമായ ബൗദ്ധിക സാമർഥ്യവും ഭാഷയുടെ സങ്കീർണതയും തെളിയിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആശയവിനിമയം എന്ന സങ്കല്പത്തിൻ്റെ 2 വ്യത്യസ്ത ഘടകങ്ങളേവ? ആശയം ഉത്ഭവിക്കുന്ന ഘടകവും ആശയം എത്തിച്ചേരുന്ന ഘടകവും. ഉത്ഭവ ഘടകം, പ്രാപ്യ ഘടകം. ഇവയാണ് ആശയവിനിമയം എന്ന സങ്കല്പത്തിൻ്റെ 2 വ്യത്യസ്ത ഘടകങ്ങൾ. ആശയവിനിമയം സാധ്യമാകുന്നത് എപ്പോൾ? സന്ദേശം ഉത്ഭവസ്ഥാനത്ത് നിന്നും പ്രാപ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് ആശയവിനിമയം സാധ്യമാകുന്നത്. ആശയവിനിമയത്തിലെ ഘടകങ്ങളേവ? 5 ഘടകങ്ങളാണുള്ളത്: ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപഥം, ആദായി, പ്രാപ്യസ്ഥാനം. മനുഷ്യഭാഷയിൽ സഞ്ചാരപഥം ഏതാണ്? മനുഷ്യഭാഷയിലെ സഞ്ചാരപഥം അന്തരീക്ഷ വായുവാണ്. 5ാമത്തെ ചോദ്യം. സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്ന പ്രക്രിയയുടെ പേര്? വിസങ്കേതനം. അതേപോലെ ആദായി എന്നാൽ എന്ത്? വിസങ്കേതനം നിർവഹിക്കുന്ന ഘടകമാണ് ആദായി. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ്. ഡോക്ടർ കെ.എം. പ്രഭാകര വാര്യരെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല, വിശദമായി ഷോർട്ട് വീഡിയോ ചെയ്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് നോട്ടിൻ്റെ ഫസ്റ്റിലും ഡോക്ടർ കെ.എം. പ്രഭാകര വാര്യരെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. 2ാമത്തെ ചോദ്യം. സങ്കേതനവും വിസങ്കേതനവും എന്തെന്ന് സൂചിപ്പിക്കുക. സഞ്ചാരപഥത്തിന് അനുഗുണമായ രൂപപരിണാമം വരുത്തിയാലേ സന്ദേശത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇപ്രകാരം സന്ദേശത്തെ രൂപമാറ്റം ചെയ്യുന്നതിന് സങ്കേതനം എന്ന് പറയുന്നു. ഈ കർമ്മത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തെയാണ് നമ്മൾ പ്രേഷകം എന്ന് പറയുന്നത്. പ്രേക്ഷകമല്ല, പ്രേഷകം എന്ന് പറയും. രൂപാന്തരപ്പെടുത്തിയ സന്ദേശം
കോഡാണ്. അതേപോലെ ചിഹ്നങ്ങളെ പ്രാപ്യസ്ഥാനത്ത് അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാകില്ല. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശമാക്കി മാറ്റണം. ഇങ്ങനെ സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്നതാണ് വിസങ്കേതനം. ഈ കർമ്മം നിർവഹിക്കുന്ന ഘടകത്തെ ആദായി എന്ന് പറയും. എന്താണ് മനോഭാഷാ വിജ്ഞാനം? മനഃശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും സങ്കലനത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് മനോഭാഷാ വിജ്ഞാനം. അതിൽ ഭാഷയുടെ ഉൽപാദനത്തിന് കാരണമായ മാനസിക പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മാനസിക പ്രവൃത്തികളും എന്ന പോലെ ഭാഷാപ്രവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. അംഗവിക്ഷേപശാസ്ത്രം എന്തെന്ന് വ്യക്തമാക്കുക. അംഗചലനങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് അംഗവിക്ഷേപ ശാസ്ത്രം. അതുപോലെ വൃത്താന്ത സിദ്ധാന്തം വ്യക്തമാക്കുക. ഭാഷാ പഠനത്തോടനുബന്ധിച്ച് വളർന്നുവരുന്ന പുതിയൊരു പഠനമാർഗമാണ് വൃത്താന്ത സിദ്ധാന്തം. ഒരിടത്തു നിന്നും സന്ദേശത്തെ മറ്റൊരിടത്ത് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നാണ് വൃത്താന്ത പഠന സിദ്ധാന്തം മുഖ്യമായി അന്വേഷിക്കുന്നത്. ഏറ്റവും കുറച്ച് സങ്കേതങ്ങൾ ഉപയോഗിക്കുക, ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ കാരണം വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക, ഇവയെല്ലാം വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നു. വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിണാമ നിർണയവും ഈ സിദ്ധാന്തത്തിൻ്റെ പരിഗണനയിലുണ്ട്. 6. മനുഷ്യഭാഷയുടെ സവിശേഷതകൾ ലേഖനത്തെ മുൻനിർത്തി വിവരിക്കുക. സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധങ്ങൾക്കും എല്ലാം നിദാനമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ആശയവിനിമയം. ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്നാണ് ഭാഷ. മനുഷ്യഭാഷ മനുഷ്യേതര ഭാഷയിൽ നിന്ന് പലതരത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഭാഷയെ പല രീതിയിലും അപഗ്രഥിക്കാവുന്നതാണ്. സങ്കേത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷ ശാസ്ത്രത്തിൽ സ്വീകരിക്കുന്നത്. സങ്കേത ചിഹ്നങ്ങളിൽ അടങ്ങിയ മാത്രകളെ വേർതിരിച്ചു കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് ഭാഷാശാസ്ത്ര അപഗ്രഥനത്തിൽ ചെയ്യുന്നത്. മറ്റെല്ലാ മാനസിക പ്രവൃത്തികളെയും എന്ന പോലെ ഭാഷാപ്രവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. മനഃശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും സങ്കലനത്തിൽ നിന്നാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ പിറവി. അതിൽ ഭാഷോൽപാദനത്തിന് നിദാനമായ മാനസിക വൃത്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം വളരെ ലളിതമായ ഒന്നാണ് എന്ന് തോന്നാമെങ്കിലും വക്താവ് പറയുന്നതും ശ്രോതാവ് കേൾക്കുന്നതുമായ പ്രക്രിയ എത്ര സങ്കീർണമാണെന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം പ്രയോജനപ്പെടുന്നു. 7ാമത്തെ ചോദ്യം ഒരു 10 മാർക്കിനൊക്കെ ഈ ഒരു പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ ലേഖകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എങ്ങനെ ഉപന്യസിക്കുക. ഭാഷാ സാഹിത്യ ഗവേഷകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ KM പ്രഭാകര വാര്യർ ലേഖനത്തിലൂടെ മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധങ്ങൾക്കും എല്ലാം നിദാനമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആശയവിനിമയമാണ്. ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്നു മാത്രമാണ് ഭാഷ. ആംഗ്യം, ഉച്ചാരണ, ശബ്ദം, നിശ്ചല പ്രകാശം, ലിപികൾ എന്നിവയൊക്കെ ആശയവിനിമയത്തിന് സഹായകമാണ്. വർണ്ണം, വെളിച്ചം, കൃത്രിമ ശബ്ദങ്ങൾ എന്നിവയും ആശയവിനിമയത്തിന് ഉപയോഗിച്ചു വരുന്നു. മനുഷ്യേതര ജീവികളിലും അസമ്പുഷ്ടവും അവികസിതവുമായ ആശയവിനിമയ പ്രക്രിയ നടക്കുന്നുണ്ട്. അവയുടെ ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യഭാഷ മനുഷ്യേതര ഭാഷയിൽ നിന്ന് പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആശയവിനിമയം എന്ന സങ്കല്പത്തിൽ 2 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ആശയം ഉത്ഭവിക്കുന്ന ഘടകവും ആശയം എത്തിച്ചേരുന്ന ഘടകവും ആണത്. സന്ദേശം അമൂർത്തമായ പ്രതിഭാസമായതിനാൽ ഉത്ഭവ കേന്ദ്രത്തിനും പ്രാപ്യസ്ഥാനത്തിനും ഇടയിലുള്ള സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ മാധ്യമമാണ് സഞ്ചാരപഥം. അന്തരീക്ഷവായുവാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റാവുന്നതാണ്. ഇങ്ങനെ സഞ്ചാരപഥത്തിന് അനുകൂലമായ രൂപപരിണാമം വരുത്തിയാലേ സന്ദേശത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇപ്രകാരം സന്ദേശത്തെ രൂപമാറ്റം ചെയ്യുന്നതിന് സങ്കേത
സങ്കേതനം എന്നും ആ കർമ്മത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തെ പ്രേഷകം എന്നും പറയുന്നു. രൂപാന്തരപ്പെടുത്തിയ സന്ദേശം കോഡാണ്. സന്ദേശമല്ല, അതിൻ്റെ സങ്കേത ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി നയിക്കുന്നത്. ആശയത്തിനും ചിഹ്നത്തിനും തമ്മിൽ സ്വാഭാവികമായ ബന്ധമൊന്നുമില്ല എങ്കിലും അവ തമ്മിലുള്ള ബന്ധം പൊതുവായി അംഗീകരിക്കപ്പെടണം. ആശയം ചിഹ്നമായി പ്രാപ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ചിഹ്നങ്ങളെ പ്രാപ്യസ്ഥാനത്ത് അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാകില്ല. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശമാക്കി മാറ്റണം. ആശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങളുണ്ട്. ഭാഷണ പ്രക്രിയയിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവും. അന്തരീക്ഷ വായുവാണ് സഞ്ചാരപദം. അതിനാൽ ആശയത്തെ ശബ്ദവേദികളായി മാറ്റണം. ഈ കർമ്മം നിർവഹിക്കുന്നത് വക്താവിൻ്റെ ഉച്ചാരണ അവയവങ്ങളാണ്. ഈ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷ വായുവിലൂടെ ശ്രോതാവിൽ എത്തുന്നു. ശബ്ദതരംഗങ്ങൾ ശ്രോതാവിനെ കർമ്മഫലകത്തിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ ശബ്ദവീചികളെ വീണ്ടും ആശയമാക്കി മാറ്റുന്നു. അങ്ങനെ വാചിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ദൂരശ്രവണി, പ്രക്ഷേപണി മുതലായ യാന്ത്രികോപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. സങ്കേത ചിഹ്നങ്ങൾ വൈദ്യുത വീചികളായിരിക്കും. ലിഖിത സമ്പ്രദായത്തിലാണെങ്കിൽ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും എഴുതാനുപയോഗിക്കുന്ന ഉപകരണം പ്രേഷകവും ലിപികൾ സങ്കേതവുമായിരിക്കും. കടലാസിൻ്റെ സ്ഥിരത എന്ന ധർമ്മമാണ് സഞ്ചാരപദം. വായിക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികൾ ആദായിയും വായിക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവും ആയിരിക്കും. ലേഖനത്തിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടും എന്ന് മാത്രം. ഭാഷേതരമായ മൗലിക സ്വനങ്ങളും ആശയവിനിമയത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വ്യാക്ഷേപകങ്ങൾ എന്ന ശബ്ദങ്ങൾ മറ്റു ഭാഷാ ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭാഷാ ചിഹ്നങ്ങളാണ്. ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം വളരെ ലളിതമായ ഒന്നാണ് എന്ന് തോന്നുമെങ്കിലും വക്താവ് പറയുന്നതും ശ്രോതാവ് കേൾക്കുന്നതുമായ പ്രക്രിയ എത്രയോ സങ്കീർണമാണെന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം പ്രയോജനപ്പെടുന്നു. ആശയവിനിമയം പഠനത്തിൻ്റെ നൂതന ശാഖകൾ പരിചയപ്പെടുത്താനും ലേഖകൻ ശ്രദ്ധിച്ചിരിക്കുന്നു.